ഇന്നത്തെ വീഡിയോ വേമ്പനാട് കായലിൻ്റെ സവിശേഷതകളെ പറ്റിയുള്ളതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വേമ്പനാട് കായൽ കേരളത്തിൻ്റെ ഹൃദയത്തിൽ വിരിയുന്ന അത്ഭുതം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലായ വേമ്പനാട് കായൽ പ്രകൃതിയും മനുഷ്യരും ചേർന്ന് പടുത്തുയർത്തിയ ഒരു അതുല്യമായ ജലസന്ധി. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലൂടെയും മനോഹരമായ ഗ്രാമപ്രദേശങ്ങളിലൂടെയും ഒഴുകുന്ന ഈ കായൽ കേരള ബാക്ക് വാട്ടർ ടൂറിസത്തിൻ്റെ ഹൃദയമാണെന്ന് പറയാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വള്ളംകളികളും ഹൗസ് ബോട്ടുകളും പാടശേഖരങ്ങളും ഇതിൻ്റെ കരകളിൽ ജീവിക്കുന്ന ജനങ്ങൾ എല്ലാം ചേർന്നൊരു ജീവിച്ചിരിക്കുന്ന സംസ്കാരമാകുന്നു വേമ്പനാട്. കുട്ടനാട് താഴ്വരയിലെ പാടങ്ങൾ കടലിൻ്റെ നിരപ്പിനേക്കാൾ താഴെയാണ്. എങ്കിലും കൃഷി വിജയം കാണുന്നു. ഇത് വേമ്പനാടിൻ്റെ മായാജാലം. മൈഗ്രേറ്ററി ബേർഡ്സ്, മത്സ്യബന്ധനം, ജലസഞ്ചാരം ഇതെല്ലാം ഇവിടെ അനുഭവിക്കാം. പക്ഷേ ഈ കായൽ ഇന്ന് സംരക്ഷണത്തിനായി കേഴുന്നു. നമുക്കെല്ലാവർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട് പ്രകൃതിയുടെ ഈ അത്ഭുതം നിലനിർത്താൻ. വേമ്പനാട് ഒരിക്കൽ കണ്ടാൽ മറക്കാനാകാത്ത കേരളത്തിൻ്റെ ജലഹൃദയം. വേമ്പനാട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ തടാകവും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തടാകവുമാണ്. വിസ്തീർണം ഏകദേശം 203.2 ചതുരശ്ര കിലോമീറ്റർ, നീളം 96.5 കിലോമീറ്റർ. പമ്പ, പെരിയാർ, മീനച്ചിൽ, മണിമല, അച്ചൻകോവിൽ തുടങ്ങിയ നദികൾ ഇവിടെ സംഗമിക്കുന്നു. ആലപ്പുഴയിൽ നടക്കുന്ന പ്രശസ്തമായ വാർഷിക വള്ളംകളി നെഹ്റു ട്രോഫി വള്ളംകളി ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. ഹൗസ് ബോട്ട് യാത്രകൾ. വേമ്പനാട് കായലിലെ ഹൗസ് ബോട്ട് ക്രൂയിസ് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. കുമരകം പക്ഷി സങ്കേതം ഈ കായലിൻ്റെ തീരത്താണ്. ഈ സങ്കേതം വിവിധ ഇനം പക്ഷികളെ കാണാൻ അവസരമൊരുക്കുന്നു. വേമ്പനാട് കായൽ ഒരു റാംസാർ സൈറ്റാണ്. ഇത് ജൈവ വൈവിധ്യത്തിൻ്റെ സംരക്ഷണത്തിന് പ്രധാനമാണ്. മലിനീകരണം, അനധികൃത നിർമ്മാണങ്ങൾ, കായലിൻ്റെ ആഴം കുറയൽ എന്നിവ വേമ്പനാട് കായലിൻ്റെ പരിസ്ഥിതിയെ ബാധിക്കുന്നു.